ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആള് സിമ്പിളാണെങ്കിലും ടേസ്റ്റ് സൂപ്പറാണ്. നമുക്ക് ഒരു ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്കിതാ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. ഗീ ഒക്കെ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി, ഇനി ചെറുതാണെങ്കിൽ ഇതുപോലെ 2 ക്യാരറ്റൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 കപ്പോളം തേങ്ങ ചിരവിയതാണേ. ഇനി ഇത് രണ്ടും കൂടി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി വരുന്നത് വരെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് വെള്ളമൊന്നും ചേർക്കാനേ പാടില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് വന്നോളൂ. ഇപ്പോൾ ഇതാ ഏകദേശം ഇതിൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഏലക്കായൊക്കെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതൊരു പിഞ്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയാണ്. ഒരു ടേബിൾ സ്പൂണും പഞ്ചസാര ഇപ്പം ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു മധുരം തന്നെ ഉണ്ടാവും. ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയെടുക്കുക. ഇനി ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് നമ്മൾ ഈ ക്യാരറ്റിലേക്ക് ആ ഒരു മധുരം നന്നായിട്ട് പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാരറ്റൊക്കെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് ആ ഒരു മധുരമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ 3 പീസ് ബ്രെഡാട്ടോ. അപ്പം ആ ഒരു 3 പീസ് ബ്രെഡ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കോഴിമുട്ട ചേർത്തെടുക്കാം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. നമ്മൾ നേരത്തെ അതിൽ ഒരുപാട് മധുരമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അധികം ഇതിലേക്ക് ചേർക്കണ്ട കേട്ടോ. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ പഞ്ചസാര മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണും പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇഡ്ഡലി ചെമ്പിലാണ്. ആ ഒരു ഇഡ്ഡലി ചെമ്പ് വെള്ളമൊക്കെ വെച്ചിട്ട് അടുപ്പത്തൊട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ. ഗീ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ആ ഗീ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ട് ഇതിങ്ങനെ മെൽറ്റായി വന്ന് ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കേണ്ട, നന്നായിട്ട് നിറയെ തന്നെ അങ്ങ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അവർ എന്തായാലും ഇത് ഒരു തവണ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ബ്രെഡ് ഒന്ന് അടിച്ചെടുത്തിട്ടില്ല. ആ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ അതിലേക്ക് നമുക്ക് വെള്ള എസൻസും കൂടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ മുട്ടയും ബ്രെഡൊക്കെ നമ്മൾ അടിച്ച് വെച്ചിട്ടില്ല, അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായതായതുകൊണ്ട് തന്നെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ വെന്തിട്ട് എടുക്കുന്ന സമയത്ത് നല്ല സെറ്റായിട്ട് അങ്ങ് കിട്ടിക്കോളട്ടോ. അപ്പോൾ നമുക്കിതാ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കായിട്ട് വന്നോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തുറന്നു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും പിടിക്കൊന്നുമില്ല, 10 മിനിറ്റ് മാത്രം മതിയാവും. 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പ് ഒഴിവാക്കിയിട്ട് ഒരു പരന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സിൽ ചെറിയ കപ്പ് പോലെ ഉണ്ടാവുമല്ലോ, അതിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല
അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.